യൂണിറ്റ് 6 ലിവിങ് സേഫ്ലി അതിലെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള പോർഷനാണ് ഇന്ന് എടുക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. കുട്ടൻ റീച്ച്ഡ് ഹോം. എന്താണ്, കുട്ടൻ വീട്ടിലെത്തി. ഇവിടെ കുറേ പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട് അല്ലേ, കുട്ടൻ കളിക്കുന്നതിൻ്റെയൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഹി വാസ് പ്ലേയിങ് ഇൻ ദ കോർട്ട്യാർഡ്. അവൻ മുറ്റത്ത് കളിക്കുകയായിരുന്നു. സ്റ്റംബ്ലിംഗ് ഓൺ എ റോക്ക് കുട്ടൻ ഫെൽ ഡൗൺ, വൂണ്ടഡ് ഹിസ് നീ ആൻഡ് ബ്ലഡ്. കല്ലിൽ തട്ടി വീണ കുട്ടൻ്റെ കാൽമുട്ട് മുറിഞ്ഞ് ചോര വന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. മദർ കെയിം ഹേസ്റ്റ്ലി, ഷി വാഷ് ദ വൂണ്ട് ഇൻ റണ്ണിംഗ് വാട്ടർ. അമ്മ ഓടി വന്നു, ഒഴുകുന്ന വെള്ളത്തിൽ മുറിവ് കഴുകി. ദ ലെഗ് വാസ് കെപ്റ്റ് ലിഫ്റ്റഡ്, ദ വൂണ്ട് വാസ് wrapped വിത്ത് എ ക്ലീൻ ക്ലോത്ത് ടു സ്റ്റോപ്പ് ഇറ്റ് ഫ്രം ബ്ലീഡിങ്. എന്താണ്, കാല ഉയർത്തി വെച്ചു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, ചോര വാർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വൃത്തിയുള്ള തുണി വെച്ചിട്ട് ചുറ്റിക്കെട്ടി. കുട്ടൻ വാസ് ബ്രോട്ട് ടു ദ ഹോസ്പിറ്റൽ ബിക്കോസ് ദ വൂണ്ട് വാസ് ഡീപ്. മുറിവ് ആഴമുള്ളതായത് കാരണം കുട്ടനെ ആശുപത്രിയിൽ എത്തിച്ചു. ദ വൂണ്ട് വാസ് ക്ലീൻഡ്, മെഡിസിൻ വാസ് അപ്ലൈഡ് ആൻഡ് ബാൻഡേജ്. മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യു ഹാവ് ഒബ്സർവ് ദ പിക്ചേഴ്സ് ഹാവൻ യു. നിങ്ങൾ ഈ ചിത്രങ്ങളെല്ലാം ശ്രദ്ധിച്ചുവല്ലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. വാട്ട് ഡിഡ് ദ മദർ ഡു വെൻ കുട്ടൻ ഹാഡ് ആൻ ഇഞ്ചുറി. എന്താണ്, കുട്ടന് മുറിവ് പറ്റിയപ്പോൾ അമ്മ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. എന്താണ്, വാഷ് ദ വൂണ്ട്. എന്തൊക്കെയാ ചെയ്തത് നമ്മൾ കണ്ടല്ലേ. എന്തൊക്കെയാണ്, ഫസ്റ്റ് വാഷ് ചെയ്തു, മുറിവ് നന്നായിട്ട് കഴുകി. ദെൻ പിന്നെ എന്താ ചെയ്തത്, കെപ്റ്റ് ദ ലെഗ് ലിഫ്റ്റഡ് അല്ലേ, കാല് ഉയർത്തി വെച്ചു. അതായത് ബ്ലീഡിങ് കൂടുതലാവാതിരിക്കാൻ വേണ്ടി, ബ്ലഡ് വാർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാല് ലിഫ്റ്റ് ചെയ്തു. ദെൻ wrapped the wound with a clean cloth to stop the bleeding. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു വൃത്തിയുള്ള തുണി വെച്ചിട്ട് ആ മുറിവ് കെട്ടി അല്ലേ. പിന്നെ എന്താ ചെയ്തത്, ടേക്കൺ കുട്ടൻ ടു ദ ഹോസ്പിറ്റൽ ബിക്കോസ് ദ വോണ്ട് വാസ് ഡീപ്. മുറിവ് ആഴമുള്ളത് കാരണം കുട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അല്ലേ. മദർ ഡിഡ് ഓൾ ദീസ് ബിഫോർ റീച്ചിങ് ദ ഹോസ്പിറ്റൽ ഡിഡിൻ ഷീ. അതായത് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പാണല്ലോ അമ്മ ഇതെല്ലാം ചെയ്തത്. വാട്ട് വർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് എയ്ഡ് വെൻ ഹി വാസ് വൂണ്ടഡ്. മുറിവ് പറ്റിയപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്, വാസ് ഏബിൾ ടു ലിമിറ്റ് പാത്തജൻസ് ഫ്രം റീച്ചിങ് ദ വൂണ്ട്. അതായത് പാത്തജൻസ് എന്ന് പറഞ്ഞാൽ രോഗാണുക്കൾ കേട്ടോ. രോഗാണുക്കൾ മുറിവിൽ എത്തുന്നത് തടയാൻ കഴിഞ്ഞു. ദെൻ വാസ് ഏബിൾ ടു സ്റ്റോപ്പ് ദ ബ്ലീഡിങ്. അതായത് മുറിവൊക്കെ നമ്മൾ wrap ചെയ്തല്ലോ ക്ലീൻ ക്ലോത്തും കൊണ്ട്, അതുകൊണ്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ രക്തം വാർന്നു പോകുന്നത് കേട്ടോ. രക്തം വാർന്നു പോകുന്നത് തടയാൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് പറയാം ഈ ഫസ്റ്റ് എയ്ഡ് കൊടുത്തുകൊണ്ടുള്ള ഗുണങ്ങള്. റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ, അതായത് അണുബാധയുടെ സാധ്യത കുറയ്ക്കുന്നു. ദെൻ പ്രൊവൈഡ്സ് പെയിൻ റിലീഫ്, വേദനയ്ക്ക് ആശ്വാസം നൽകുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ്സ്, വാസ് ഏബിൾ ടു ലിമിറ്റ് പാത്തോജൻസ് ഫ്രം റീച്ചിങ് ദ വൂണ്ട്, വാസ് ഏബിൾ ടു സ്റ്റോപ്പ് ദ ബ്ലീഡിങ്, റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ, പ്രൊവൈഡ്സ് പെയിൻ റിലീഫ്. ഇവിടെ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമീഡിയറ്റ് കെയർ ഗിവൺ ടു എ പേഴ്സൺ ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ ബിഫോർ റിസീവിങ് എക്സ്പേർട്ട് മെഡിക്കൽ കെയർ. എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ, അടിയന്തര സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെട്ടയാൾക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നതിന് മുൻപേ കൊടുക്കുന്ന പരിചരണമാണ് ഫസ്റ്റ് എയ്ഡ്. മദർ റീച്ച് ഹോം വിത്ത് കുട്ടൻ. അത് ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടനെ കൊണ്ടുപോയിട്ട് തിരിച്ചെത്തിയില്ലേ കുട്ടൻ. മദർ വേർ ഡിഡ് യു ലേൺ ഓൾ ദീസ് ഫ്രം. എന്താ ചോദിക്കാൻ, കുട്ടൻ ഇതൊക്കെ അമ്മ എവിടുന്ന് പഠിച്ചു എന്ന് ചോദിക്കുകയാണ് അല്ലേ. മദർ ഐ വിൽ ഗിവ് യു എ ബുക്ക് യു ക്യാൻ റീഡ് ഇറ്റ്. ഞാനൊരു പുസ്തകം തരാം, നീയും അത് വായിച്ചു നോക്കൂ എന്ന് പറയുകയാണ് അല്ലേ. കുട്ടൻ റീഡ് ദ ബുക്ക് ദാറ്റ് മദർ ഗേവ് ഹിം. ലുക്ക് അറ്റ് ദീസ് പേജസ് ഓഫ് ദ ബുക്ക്. എന്താണ്, അമ്മ നൽകിയ പുസ്തകം കുട്ടൻ വായിച്ചു. പുസ്തകത്തിലെ പേജുകൾ നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ഫോർ ബ്രൂസസ്, അതായത് ചതവുകൾക്കുള്ള പ്രഥമ ശുശ്രൂഷയാണ് കേട്ടോ. അതാണ് ഫസ്റ്റ് പേജിൽ എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്ലേസ് ക്ലോത്ത് സോക്ക്ഡ് ഇൻ കോൾഡ് വാട്ടർ ഓർ ഐസ് പാക്ക് ഓൺ ദ എഫക്റ്റഡ് ഏരിയ. എന്താണ്, വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ ചതവ് പറ്റിയ ഭാഗത്ത് വെക്കുക. ദിസ് വിൽ അലിവേറ്റ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ. ഇത് വേദനയും അതുപോലെ തന്നെ നീർക്കെട്ട് കേട്ടോ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീർക്കെട്ടും ഒഴിവാക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ. ഹൗവർ ഇഫ് ദർ ഈസ് എ ഫ്രാക്ചർ ഇറ്റ് ഈസ് നെസസറി ടു കൺസൾട്ട് എ ഡോക്ടർ. ബിഫോർ ദാറ്റ് ദ എഫക്റ്റഡ് പാർട്ട് ഷുഡ് ബി ടൈഡ് വിത്ത് എ വുഡൻ സ്കെയിൽ. ഇറ്റ് വിൽ ഹെൽപ്പ് ടു കീപ് ദ പാർട്ട് സ്റ്റേബിൾ. എന്താണ്, ഇഫ് ദർ ഈസ് എ ഫ്രാക്ചർ ഇറ്റ് ഈസ് നെസസറി ടു കൺസൾട്ട് എ ഡോക്ടർ അല്ലേ. അതായത് എല്ലിന് പൊട്ടലുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഡോക്ടറിനെ കാണണം. ബിഫോർ ദാറ്റ് ദ എഫക്റ്റഡ് പാർട്ട് ഷുഡ് ബി ടൈഡ് വിത്ത് എ വുഡൻ സ്കെയിൽ. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഒടിഞ്ഞ ഭാഗം ഒരു മരസ്കെയിൽ ഉപയോഗിച്ച് കെട്ടിവെക്കണം.
then it will help to keep the part stable. ആ ഭാഗം ഇളകാതിരിക്കാൻ ഇത് സഹായിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി അവിടെ കുട്ടൻ എന്താ പറയുന്നത്? ദിസ് ബുക്ക് സേസ് ദാറ്റ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഷുഡ് കമ്പൽസറിലി ബി കെപ്റ്റ് ഇൻ വെഹിക്കിൾസ് ആൻഡ് സ്കൂൾസ്. എന്താണ് ഈ പുസ്തകത്തിൽ വാഹനങ്ങളിലും വിദ്യാലയങ്ങളിലും നിർബന്ധമായും ഫസ്റ്റ് എയ്ഡ് ബോക്സ് സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് എന്ന് പറയുകയാണ് അല്ലേ കുട്ടൻ. സി വാട്ട് ഓൾ തിങ്സ് ആർ ദോർ ഇൻ ദ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഗിവൺ ബിലോ. റൈറ്റ് ഡൗൺ ദ യൂസ് ഓഫ് ഈച്ച് ഓഫ് ദീസ് ഐറ്റംസ്. അതായത് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അല്ലേ. അതിലുള്ള ഐറ്റംസ് അവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? സിസേഴ്സ്, കോട്ടൺ, ക്ലോത്ത്, ബാൻഡേജ്, സോപ്പ്, പിന്ന്, വുഡൻ സ്കെയില്, ട്വീസേഴ്സ്. പിന്നെ അടുത്തത് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കുറച്ച് വിട്ടിട്ടുണ്ട്. എന്തൊക്കെ എഴുതാം? ആന്റിസെപ്റ്റിക് ലോഷന് ഓർ വൈപ്സ്, തെർമോമീറ്റർ, പെയിൻ റിലീഫ് സ്പ്രേ അല്ലെങ്കിൽ ഓയിൻമെന്റ്, ഗ്ലൗസ്, ബേൺ ഓയിൻമെന്റ് ഓർ ജെല്ല്, കോൾഡ് പാക്ക് എന്നൊക്കെ നമുക്ക് എഴുതി ചേർക്കാം കേട്ടോ. ഇനി ഇതിലെ ഓരോന്നും എന്താന്നുള്ളതും അതുപോലെ തന്നെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം കേട്ടോ. സിസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? കത്രിക അല്ലേ. അതെന്തിനായിരിക്കും? ടു കട്ട് ബാൻഡേജസ്, ക്ലോത്ത് ഓർ മെഡിക്കൽ ടേപ്പ്. അതായത് ക്ലോത്ത് അല്ലെങ്കിൽ ബാൻഡേജ്, ടേപ്പ് ഒക്കെ മുറിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ സിസേഴ്സ്. അടുത്തത് കോട്ടൺ ആണ്. കോട്ടൺ എന്തിനായിരിക്കും? ഫോർ ക്ലീനിങ് വൂൺസ് ആൻഡ് അപ്ലൈയിങ് ആന്റിസെപ്റ്റിക്. അതായത് നമ്മുടെ മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതൊന്ന് വൃത്തിയാക്കാനും അതുപോലെ തന്നെ മരുന്ന് പരത്താനുമാണ് അല്ലേ. അടുത്തത് ക്ലോത്ത് ആണ്. ക്ലോത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അപ്ലൈ പ്രഷർ ഓർ ആസ് എ സ്ലിംഗ് ഫോർ സപ്പോർട്ട്. വല്ല മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ രക്തം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിച്ച് മുറുക്കി കെട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, സപ്പോർട്ടിനായിട്ട് സ്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഒരു ഒടിവോ ഒന്ന് ചതവോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൈയിനെ നമ്മൾ കൂടെ എടുത്ത് കെട്ടില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് യൂസ് ചെയ്യും. ഇതുപോലെ കേട്ടോ. അടുത്തത് എന്താണ്? ബാൻഡേജ് ആണ്. ബാൻഡേജ് അറിയാലോ എന്തിനാണ്? ടു കവർ ആൻഡ് പ്രൊട്ടക്ട് വൂൺസ് ഓർ സ്റ്റോപ്പ് ബ്ലീഡിങ്. അതായത് നമ്മൾ വൂൺസ് മുറിവുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൊന്നും ഡസ്റ്റോ ഒന്നും വരാതിരിക്കാതെ കവർ ചെയ്യാനും അതുപോലെ തന്നെ ബ്ലീഡിങ് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാൻഡേജ് യൂസ് ചെയ്യുന്നത്. അടുത്തത് സോപ്പാണ്. സോപ്പ് എന്തിനാണ് അറിയാലോ? ടു ക്ലീൻ ദ സ്കിൻ അറൌണ്ട് വൂൺസ്. അതായത് മുറിവിന്റെ ചുറ്റുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പിന്നാണ്. പിൻ എന്തിനാണ്? യൂസ്ഡ് ടു ബൈൻഡ് ബാൻഡേജ് ടുഗെദർ. ബാൻഡേജ് ഒരുമിച്ച് കെട്ടാനാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. അടുത്തത് വുഡൻ സ്കെയിലാണ്. വുഡൻ സ്കെയിൽ എന്തിനാണ്? ടു യൂസ് ആസ് എ സ്പ്ലിന്റ് ഫോർ ഫ്രാക്ചേഴ്സ്. എന്തിനാണ് വുഡൻ സ്കെയിൽ? അതായത് എല്ലിന് വല്ല പൊട്ടലോ വല്ലതും ഉണ്ടെങ്കിൽ അത് അനങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വുഡൻ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അനങ്ങിയിട്ട് ഫ്രാക്ചർ കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ട്വീസേഴ്സ് ആണ്. ട്വീസേഴ്സ് എന്തിനാന്ന് വെച്ചാൽ ടു റിമൂവ് ഡേർട്ട് ഓർ സ്മോൾ ഒബ്ജക്ട്സ് ഫ്രം വൂൺസ്. മുറിവുകളിൽ നിന്ന് അഴുക്ക് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒബ്ജക്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി കേട്ടോ, എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്വീസേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ഇനി നമ്മൾ എഴുതണം അല്ലേ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാവുക എന്നുള്ളത്. ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക് വൈപ്സ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്ലീൻ വൂൺസ് ആൻഡ് പ്രിവെന്റ് ഇൻഫെക്ഷൻ. അതായത് മുറിവുകളൊക്കെ വൃത്തിയാക്കാനും അതുപോലെ തന്നെ അണുബാധ തടയുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റിസെപ്റ്റിക് സൊല്യൂഷനോ അല്ലെങ്കിൽ വൈപ്സോ ഒക്കെ യൂസ് ചെയ്യുന്നത്. അടുത്തത് തെർമോമീറ്റർ ആണ്. തെർമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ചെക്ക് ബോഡി ടെമ്പറേച്ചർ. ശരീരത്തിന്റെ ഊഷ്മാവ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെർമോമീറ്റർ. പെയിൻ റിലീഫ് സ്പ്രേ ഓർ ഓയിൻമെന്റ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മൈനർ ഇഞ്ചുറീസ് ആൻഡ് മസിൽ പെയിൻ. ചെറിയ പരിക്കുകൾക്കും അതുപോലെ തന്നെ പേശികൾക്കുള്ള വേദനയ്ക്കും പെട്ടെന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അടുത്തത് ഗ്ലൗസ്. ഗ്ലൗസ് അറിയാലോ, കൈയൊറ കേട്ടോ. ടു മെയിൻറ്റെയിൻ ഹൈജീൻ വൈൽ ട്രീറ്റിംഗ് വൂൺസ്. അതായത് മുറിവൊക്കെ നമ്മൾ വെച്ച് കെട്ടുന്ന സമയത്ത് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ബേൺ ഓയിൻമെന്റ് ഓർ ജെൽ. അറിയാലോ ബേൺ ഓയിൻമെന്റ് പറഞ്ഞാൽ പൊള്ളലേൽക്കുന്ന സമയത്ത് പുരട്ടുന്നതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സൂത്തിങ് ബേൺസ്. അതായത് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. കോൾഡ് പാക്ക്. കോൾഡ് പാക്ക് എന്തിനാന്ന് വെച്ചാൽ ടു റെഡ്യൂസ് സ്വെല്ലിംഗ് ആൻഡ് പെയിൻ. അതായത് വീണിട്ട് ചതവൊക്കെ വരുന്ന സമയത്ത് നീരൊക്കെ വരില്ലേ, അത് കുറയ്ക്കുന്നതിനും. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നീരാണ് കേട്ടോ. വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൾഡ് പാക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാവുന്ന ചില ഐറ്റംസ്. കുറച്ച് കൂടുതൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും, നമുക്ക് ഇത്ര നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ദ അതർ സിറ്റുവേഷൻസ് ഇൻ ഡെയിലി ലൈഫ് ഇൻ വിച്ച് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ. നിത്യ ജീവിതത്തിൽ ബാക്കി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഫെയിൻറ്റിങ്, ബേൺസ്, ചോക്കിങ്. ഫെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ തലചുറ്റി വീഴുക. അതുപോലെ തന്നെ ബേൺസ് അറിയാലോ,
പൊള്ളലേൽക്കുക കേട്ടോ. ദെൻ ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങണം. പിന്നെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടി വരിക? കട്സ് ആൻഡ് ബ്രൂസസ്, മുറിവുകളും അതുപോലെ തന്നെ ചതവുകളും ഒക്കെ പറ്റുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇൻസെക്ട്സ് ബൈറ്റ്സ് ഓർ സ്റ്റിങ്സ്, പ്രാണികളുടെ കടിയോ കുത്തലോ ഒക്കെ ഏൽക്കുന്ന സമയത്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടി വരും. ഇനി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ കെയർ ദാറ്റ് ഈസ് ഗിവൺ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് എമർജൻസി സിറ്റുവേഷൻസ് ഈസ് നോട്ട് പ്രോപ്പർ ഇറ്റ് വിൽ കോസ് മോർ ഹാം ദാൻ ഗുഡ്. അപകട സമയങ്ങളിൽ ഉചിതമായ പരിചരണമല്ല രോഗിക്ക് ലഭിക്കുന്നത് എങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷഫലമാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.